നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പാകിസ്ഥാൻ എന്ന രാജ്യം രാജ്യത്തിൻ്റെ വേരു തേടിപ്പോകുന്നുണ്ടോ, സംസ്കാരം തേടിപ്പോകുന്നുണ്ടോ എന്നാണ് ഒരു സംശയം തോന്നുന്നത്. ഹിന്ദു പേരുകൾ വീണ്ടും പാകിസ്ഥാനിലെ സ്ഥലങ്ങൾക്ക് വേണ്ടി ഇടുവാൻ പോവുകയാണ് പാകിസ്ഥാൻ. അതായത് 1947 മുമ്പ് പഞ്ചാബ്, ലാഹോർ പ്രദേശങ്ങളിലെ ചില പേരുകൾ വീണ്ടും പാകിസ്ഥാൻ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ചരിത്രപരമായ ആ പേരുകൾ എന്തിനു വേണ്ടിയിട്ടാകാം തിരിച്ചു കൊണ്ടുവരുന്നത് എന്നത് ഏറെ ദുരൂഹമായ കാര്യമാണ്. കാരണം അടിമുടി ഇസ്ലാമികമായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദം നിറഞ്ഞ ഈ രാജ്യം എന്തിനു വേണ്ടിയിട്ടായിരിക്കാം പഴയ പേരുകൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നത്? കാരണം അവിടെ പാകിസ്ഥാൻ സ്വാതന്ത്ര്യാനന്തരം പാകിസ്ഥാൻ അവിടെ ചെയ്ത ചെയ്തികൾ നമുക്ക് അവിശ്വസനീയമായ കാര്യങ്ങളാണ്. നമുക്ക് പലപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. അത്രമാത്രം സമാനതകളില്ലാത്ത ക്രൂരതയാണ് അവിടുത്തെ ഹിന്ദു സ്ത്രീകൾക്ക് നേരെ, ഏറ്റവും പ്രധാനമായും അവിടുത്തെ ഹിന്ദു സ്ത്രീകൾക്ക് നേരെ കാണിച്ചു കൂട്ടിയത് അത്രമാത്രം വലിയ ക്രൂരമായ പ്രവൃത്തികളാണ്. ഹിന്ദു ആയാലും സിഖ് ആയാലും ജൈനമായാലും ഒക്കെ സ്ത്രീകൾക്ക് നേരെ അവിടെ ഇസ്ലാമികമായ രീതിയിൽ അവർ വലിയ രീതിയിലുള്ള അതിക്രമങ്ങളാണ് കാണിച്ചു കൂട്ടിയത്. അവർക്കൊന്നും വീടുകളിൽ കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ട ദീർഘനാൾ, ഓരോ ദിവസവും നമുക്ക് പ്രഭാതമാകുന്ന സമയത്ത് അവരെല്ലാവരും വലിയ ഭീകരമായ ദൃശ്യങ്ങളിലൂടെ കണ്ട് എണീക്കേണ്ടി വരുന്ന ധാരാളം മനുഷ്യരുണ്ട് പാകിസ്ഥാനിൽ ഇപ്പോഴും. അപ്പോൾ അത്തരത്തിലുള്ള പാകിസ്ഥാൻ എന്തുകൊണ്ടാകാം അവരുടെ ചരിത്രപരമായ പേരുകൾ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നത് ഏറെ ദുരൂഹമായ കാര്യമാണ്. എങ്കിലും പഞ്ചാബ്, ലാഹോർ പ്രദേശങ്ങളിലെ ചില പേരുകൾ ദശാബ്ദങ്ങളായി ഇസ്ലാമിക പേരുകൾ 1947 ശേഷം ദശാബ്ദങ്ങളായി ഇസ്ലാമിക പേരുകളിലേക്ക് മാറ്റിയ ഈ ഇടങ്ങളിൽ വീണ്ടും ഹിന്ദു, സിഖ്, ജൈന പേരുകൾ തിരിച്ചു കൊണ്ടുവരുന്നു. പ്രധാനമായും ഹിന്ദു പേരുകളാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. ഇസ്ലാംപുര കൃഷ്ണനഗറായി മാറ്റുന്നുണ്ട്. പഞ്ചാബ് ചീഫ് മിനിസ്റ്ററായ മറിയം നവാസാണ് ഇതിന് അനുമതി നൽകിയിട്ടുള്ളത്. അപ്പോൾ ലാഹോറും പരിസര പ്രദേശങ്ങളിലുമാണ് ഇത്തരത്തിൽ പാകിസ്ഥാൻ പേരുകൾ മാറ്റുന്നത്, പ്രധാനമായും പേരുകൾ മാറ്റുന്നത്. ഇസ്ലാംപുര കൃഷ്ണനഗറായി മാറുന്നു, സുന്നത്ത് നഗർ സന്ത് നഗറായി മാറുന്നു, മുസ്തഫാബാദ് ധർംപുരയായി മാറുന്നു, ഹമീദ് നിസാമി ടെമ്പിൾ സ്ട്രീറ്റായി മാറുന്നു, നിഷ്താർ റോഡ് ബദ്രേദ് റോഡായിട്ട് മാറുന്നു, റഹ്മാൻ ഗലി രാംഗലിയായി മാറുന്നു. ഇനി അങ്ങനെ പലതരത്തിൽ മൗലാന ജഫർ ലക്ഷ്മി ചൗക്കായി മാറുന്നു. അത്തരത്തിൽ പേരുകളുടെ പുനഃക്രമീകരണം പാകിസ്ഥാനിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും എന്തിനു വേണ്ടിയിട്ടായാലും ഇത്തരത്തിലുള്ള ഒരു പുനഃക്രമീകരണം നടന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ മറ്റെന്തെങ്കിലും ഗൂഢമായ ഉദ്ദേശങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ തീർച്ചയായും അതൊന്നും പാകിസ്ഥാൻ ഇനി അത്തരം കഞ്ഞി ഒക്കെ അങ്ങ് വാങ്ങി വെച്ചിരുന്നാൽ മതി. അതൊന്നും ഇനി നടപ്പിലാക്കി എടുക്കുവാൻ പറ്റില്ല. കാരണം ഭാരതത്തിന് വ്യക്തമായ ദിശാബോധമുള്ള ഒരു സർക്കാരാണ് ഭാരതത്തിൽ ഭരിക്കുന്നത്. മുന്നേ പോലെ എന്തെങ്കിലും ഗിമിക്കുകൾ കാണിച്ചുകൊണ്ട് രക്ഷപ്പെടാമെന്നൊന്നും പാകിസ്ഥാൻ ധരിക്കേണ്ട ആവശ്യവുമില്ല. അത് രക്ഷപ്പെടുവാൻ പോകുന്നുമില്ല. അത്തരത്തിൽ പാകിസ്ഥാൻ നിരന്തരമായി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. വലിയ വികാരഭരിതമായ ഒരു പ്രസംഗമൊക്കെയാണ് ഈ കാര്യത്തിൽ നമ്മുടെ അസിം മുനീർ നടത്തിയത്. അതിൻ്റെ ആ പ്രസംഗമൊക്കെ നമ്മൾ കേട്ടതാണ്. എന്തായാലും അത്തരത്തിൽ വലിയ നീക്കങ്ങളൊക്കെയാണ് പാകിസ്ഥാനിൽ നടക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് തിരഞ്ഞു പോകേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും സോപ്പാണോ ഇതിൻ്റെ ഉദ്ദേശമെന്നറിയില്ല. കാരണം പാകിസ്ഥാൻ അടിമുടി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അവിടെ ഇനി ഒന്നും എടുക്കാനില്ല എന്നുള്ളതാണ്. സൗദി അറേബ്യ ചെറുതായിട്ട് സഹായിച്ചു എന്നൊരു ഗിമിക്കൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ സൗദി ഇപ്പോൾ പാകിസ്ഥാനെ വിശ്വസിക്കുന്നൊന്നുമില്ല. UAE വിസ പോലും നിഷേധിച്ചിട്ടുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങൾക്കൊക്കെയും പാകിസ്ഥാൻ എന്നത് ഇന്നൊരു ശത്രു രാജ്യം പോലെയാണ്. കാലങ്ങളോളം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം പാകിസ്ഥാനൊപ്പമാണ് നിന്നുകൊണ്ടിരുന്നത്. ഇസ്രായേൽ മാത്രമാണ് ഇന്ത്യയോടൊപ്പമൊക്കെ നിന്നുകൊണ്ടിരുന്നത്. അന്നും ഇന്നും എല്ലാ സമയത്തും ഇന്ത്യയോടൊപ്പം നിന്ന രാജ്യം ഇസ്രായേലാണ്. കാരണം ഇസ്രായേലിന് അതിൻ്റേതായ കാരണമുണ്ട്. ലോകത്തിലെ പല ഭാഗങ്ങളിലും ജൂതന്മാർ ആക്രമിക്കപ്പെട്ടപ്പോൾ പോലും ഭാരതത്തിൽ അവരെ പൊന്നുപോലെ നോക്കി നടത്തുകയായിരുന്നു. ഭാരതത്തിൽ അവർക്ക് ഒരു തരത്തിലുള്ള കുറ്റവും കുറവും ഉണ്ടാകാത്ത രീതിയിൽ ഇന്ത്യയിൽ മാത്രമാണ് സഹിഷ്ണുതയോടുകൂടി അവരെ സമീപിച്ചത്. അതുകൊണ്ട് ഇസ്രായേൽ മാത്രമാണ് ഭാരതത്തിന് വേണ്ടി നിലകൊണ്ടത്. മറ്റ് രാജ്യങ്ങൾക്കൊക്കെയും മറ്റ് രാജ്യങ്ങൾക്കൊക്കെയും ഇന്ത്യ രാജ്യങ്ങളെയൊക്കെ ഭാരതം സഹായിച്ചിട്ടുണ്ടെങ്കിലും ആ രാജ്യങ്ങളൊന്നും തന്നെ നന്ദിയില്ലാത്ത രാജ്യങ്ങളായതുകൊണ്ട് ഇന്ത്യയോടൊന്നും അധികം കൂറൊന്നും പുലർത്താൻ തയ്യാറായില്ല. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സമയത്ത് ഇവരെല്ലാവരും തന്നെ പാകിസ്ഥാനൊപ്പമാണ് നിന്നത്. പക്ഷേ അവർക്ക് തിരിഞ്ഞ് ചിന്തിക്കേണ്ടി വന്നു.
പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണെന്നും ഒരു ചതിയൻ രാജ്യമാണെന്നും അവർ അംഗീകരിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഒരിക്കലും പാകിസ്ഥാനിലേക്ക് പോകില്ല, പാകിസ്ഥാനെ സഹായിക്കില്ല എന്ന് സൗദി പോലും സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പാകിസ്ഥാൻ്റെ നിരന്തരമായ ശ്രമമൊക്കെ നടത്തുന്നുണ്ട്, ചില അല്ലറ ചില്ലറ സഹായമൊക്കെ കൊടുത്തുകൊണ്ട്. എന്തായാലും അതിൻ്റെ ഫലം എന്താണെന്ന് നമുക്ക് ഇനി കാണേണ്ടി തന്നെ ഇരിക്കുന്നു. എന്തായാലും അമേരിക്ക പാകിസ്ഥാനെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞു. കാരണം അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ ശക്തമായ റിപ്പോർട്ടുണ്ടായിരുന്നു പാകിസ്ഥാനെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാജ്യമേ അല്ല, ഏത് സമയത്ത് വേണോ പാകിസ്ഥാൻ ചതിക്കും. അസിം മുനീറിന് 2016 ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ കാര്യമാണ്. 2016 മുതൽ പശ്ചിമേഷ്യയിൽ ഇറാനുമായിട്ട് അസിം മുനീറിന് അടുത്ത ബന്ധമുണ്ട്, ബിസിനസ് താൽപ്പര്യങ്ങളുണ്ട് അസിം മുനീറിന്. ഇറാൻ ഇൻ്റലിജൻസുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. അവിടുത്തെ ഇസ്ലാമിക് ആർമിയുമായിട്ടൊക്കെ പാകിസ്ഥാന് നല്ല ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ നമ്പിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ ട്രംപിന് ചില വ്യക്തിപരമായ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ട്രംപും അതൊക്കെ എടുത്ത് പത്തി മടക്കി വച്ചിരിക്കുകയാണ്. എന്തായാലും പാകിസ്ഥാൻ അങ്ങനെ ഒരു നഷ്ടക്കച്ചവടത്തിലാണ് പശ്ചിമേഷ്യൻ സമാധാനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ അതൊന്നും നടപ്പിലാക്കിയെടുക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇനി എന്ത് എന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇന്ത്യയെ ഒന്ന് സുഖിപ്പിച്ച് കളഞ്ഞാലോ ചിലപ്പോൾ ചില സഹായങ്ങളൊക്കെ കിട്ടും. കാരണം ഭാരതമാണ് ബംഗ്ലാദേശിന് പെട്രോൾ കൊടുക്കുന്നത്, ബംഗ്ലാദേശിന് എണ്ണ വിതരണം ചെയ്യുന്നത്, ബംഗ്ലാദേശിൻ്റെ ഊർജ്ജം അടുത്ത 6 മാസത്തേക്കും കൂടി ബംഗ്ലാദേശിലേക്ക് എണ്ണ എത്തിച്ചു കൊടുക്കുന്നത് ഭാരതമാണ്. അപ്പോൾ ഭാരതത്തോടൊപ്പം ചേർന്ന് നിന്നാൽ മാത്രമേ എന്തെങ്കിലും നേടിയെടുക്കുവാൻ കഴിയുള്ളൂ. അതോടൊപ്പം തന്നെ പാകിസ്ഥാനെ പോലെയല്ല, ഇപ്പോൾ ചൈന പാകിസ്ഥാനൊപ്പം നിൽക്കുകയായിരുന്നു പല കാര്യങ്ങളിലും. പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് ചൈന ശ്രമിച്ചു. ഒടുവിൽ ചണ്ടി പോലെ വലിച്ചെറിഞ്ഞു. അമേരിക്കയും അങ്ങനെ തന്നെയാണ് വലിച്ചെറിഞ്ഞത്. അപ്പോൾ ഇന്ത്യയോട് ഇനി എങ്ങനെയെങ്കിലും ഒന്ന് സഹകരിച്ച് മുന്നോട്ട് പോയാൽ, മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചൈന ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു, ഇന്ത്യയുടെ എന്തെങ്കിലുമൊക്കെ സഹായം നേടിയെടുക്കുവാൻ കഴിഞ്ഞാലോ എന്ന് ചിലപ്പോൾ പാകിസ്ഥാന് തോന്നിയാൽ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ഇങ്ങനെ തകർന്നു നിൽക്കുന്ന സമയത്ത് എല്ലാ സാധ്യതകളും ഉപയോഗിക്കും. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു നോക്കി, ഒരു രക്ഷയുമില്ല. കാരണം അത്രമേൽ സാമ്പത്തിക ദുരിതത്തിലാണ്. അവിടുത്തെ സൈന്യത്തിന് മാത്രമേ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു പദ്ധതി ഉള്ളൂ. കാരണം അവർക്ക് പ്രത്യേകിച്ച് സ്വന്തമായി ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മറ്റാർക്കും തന്നെ സർക്കാരിനോ ജനങ്ങൾക്കോ ഒന്നും രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ ഭീകരവാദികൾക്ക് കുറച്ച് കഞ്ചാവ് കൃഷിയും കഞ്ചാവ് കടത്തും, കശ്മീരിലേക്കൊക്കെ ഈ കഞ്ചാവ് കടത്തുവാനും മറ്റു മയക്കുമരുന്ന് കടത്തുവാനും ഒക്കെയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ കാശ്മീരിലേക്ക് ഇനി വലിയ രീതിയിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ആ കാര്യങ്ങളൊക്കെ. ഇനി ബംഗ്ലാദേശിനെ കൂട്ടുപിടിച്ച് എന്തെങ്കിലും ഒരു നീക്കം നടത്താമെന്ന് വിചാരിച്ചാലോ, ഇപ്പോൾ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില നീക്കങ്ങളൊക്കെ നടത്തി മുഹമ്മദ് യൂനസിനെ കൊണ്ട് പുതിയ മാപ്പൊക്കെ നിർമ്മിച്ചു. പക്ഷേ അവിടെയും ഒരു രക്ഷയുമില്ല. അവിടെ അധികാരത്തിൽ വന്നത് ബംഗ്ലാദേശി നാഷണൽ പാർട്ടി. അവർ ഭാരതത്തോട് എതിർക്കുവാൻ ഒരു കാരണവശാലും തയ്യാറാവില്ല. കാരണം അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇനി ഗംഗാ റിവർ ട്രീറ്റി പുനഃപരിശോധിക്കണമെന്ന് ഭാരതം തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ കൂടെ ദാഹിച്ച് വലഞ്ഞ് അങ്ങനെ കഷ്ടപ്പെടേണ്ടി വരും, ക്ഷാമത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് അവരും തിരിഞ്ഞു നോക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് പിന്നെ പ്ലേറ്റ് ഒന്ന് മാറ്റിയടിക്കാമെന്ന് വിചാരിച്ചു. ഭാരതത്തിലേക്ക് വീണ്ടും തിരിഞ്ഞ് നിൽക്കാം, ഒരു ഹിന്ദു പേരുകളൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആകും എന്നൊക്കെ തോന്നലുണ്ടാകാം. എന്തായാലും കാര്യങ്ങൾ ഇനി വ്യക്തമാകുള്ളൂ. പാകിസ്ഥാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.